ആദ്യമായിട്ടായിരിക്കും ഒരു ദിവസം ഒരേ സമയം തന്നെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ഒരുമിച്ച് ചെയ്യാൻ പോകുന്നത്. ലൈഫിൽ ഒറ്റ തവണ ചെയ്യുന്ന സംഭവമാണ്. ഇനി ലൈഫ് ടൈം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കേണ്ട സാധനമാണ്. നമസ്കാരം, ഞങ്ങൾ കണ്ണൻ എൻ്റെ അമ്മു. ഞങ്ങൾ വ്ളോഗേഴ്സാണ്. ഞങ്ങളുടെ ചാനലിന്റെ പേര് KL29 ഫാമിലി. ജന്മനാ തന്നെ രണ്ടുപേർക്കും നല്ല നെറ്റ് കയറിയിട്ടുണ്ടായിരുന്നു. എല്ലാവരുടെയും ഒരു ധാരണ ഹെയർ ഫോൾ ഉണ്ടായിട്ട് നെറ്റ് കയറുന്നവർക്കോ അല്ലെ കഷണ്ടി ആകുന്നവർക്കോ മാത്രമാണ് ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. എങ്കിൽ അതൊന്നുമല്ല, ജന്മന ഞങ്ങളെ പോലെ ഈ പ്രശ്നങ്ങളൊക്കെ അഭിമുഖീകരിക്കുന്നവർക്കും ട്രാൻസ്പ്ലാന്റ് ചെയ്ത് ഏത് സ്റ്റൈലിലാണോ അതേപോലെ നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് ഞങ്ങൾ അറിയുകയുണ്ടായി. അറിഞ്ഞെത്തിയത് നമ്മുടെ ഇന്ത്യയിലെ തന്നെ ഒരു ബ്രാൻഡായിട്ടുള്ള ക്യൂട്ടീസിലാണ്. സ്കിൻ കളറ് സ്കാൽപ്പിലേക്ക് വരുന്നതാണ് കഷണ്ടി. ജനറ്റിക് ആയിട്ട് അങ്ങനെ വലിയൊരു ആക്ടൊന്നും നിങ്ങളിലേക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ബാക്കിയുള്ള മുടി പേടിക്കേണ്ട ആവശ്യമില്ല. എന്നാലും കുറച്ച് കെയർ ഒക്കെ കൊടുത്തു പോവാ, അല്ലെങ്കിൽ ആ ക്വാളിറ്റി ഇങ്ങനെ കുറച്ച് ഡൗൺ ആവാൻ ചാൻസ് ഉണ്ട്. ഫീമെയിൽസിന്റെ മെയിൻ പ്രോബ്ലം എന്ന് വെച്ചാൽ അവർ നല്ല ടൈറ്റ് ആയിട്ട് അങ്ങ് കെട്ടി വെക്കും. അപ്പൊ ഈ ടൈറ്റ്നെസ് എന്ത് ചെയ്യും, ഈ ഫ്രണ്ടില് ഇവിടെയുള്ള മുടികൾക്കൊക്കെ തിന്നിങ് ഫോം. അത് നമ്മുടെ ലൈഫ് പോലെ പിടിച്ചങ്ങ് വലിച്ചെങ്കിൽ ആ പെയിൻ എന്തായാലും നമുക്കുണ്ട്. അതുകൊണ്ടാണ് ഈ ഫ്രണ്ടൽ ഏരിയയിൽ ഒരു തിന്നിങ് കുറച്ച് കൂടുതലായിട്ട് വരുന്നത്. അപ്പൊ അങ്ങനത്തെ കുറച്ച് ബേസിക് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ച് പിന്നെ ഒരു ട്രീറ്റ്മെന്റ് കൊടുത്താൽ മാത്രമേ അതിലൊരു വിസിബിൾ റിസൾട്ടും ഉണ്ടാവും. അപ്പൊ ഞങ്ങൾ എന്തായാലും ചെയ്യാനുള്ള മൊത്തം പ്രിപ്പറേഷൻ എല്ലാം തുടങ്ങി. ഇനി ചെയ്യാൻ പോവുകയാണ്. പ്രൊസീജിയർ എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ വന്നിട്ടുണ്ട്. ഒരു പെയിനോ ടെൻഷൻ അടിക്കുന്ന രീതിയിലോ ഒന്നുമല്ല. എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും അതെല്ലാം ക്ലിയർ ആക്കി തന്നതിന് ശേഷം മാത്രമാണ് നമുക്ക് ഇതെല്ലാം ചെയ്തു തരുന്നത്. ഒരു പെയിനും ഇല്ല. പിന്നെ എടുത്തു പറയേണ്ട കാര്യം ഇവിടുത്തെ സ്റ്റാഫും പിന്നെ നമ്മുടെ ഡോക്ടറിന്റെയും കാര്യമാണ്. ഇതേപോലൊരു ട്രീറ്റ് അല്ലെങ്കിൽ ഇതേപോലൊരു കെയർ വേറെ എവിടെയും കിട്ടത്തില്ല. കാരണം ഓരോ 5 മിനിറ്റിലും ഡോക്ടർ ഇങ്ങനെ ചോദിക്കും, കംഫർട്ട് ആണോ, പെയിൻ ഉണ്ടോ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ. അതുപോലെ ഇതേപോലൊരു ക്രൂ, അതെ, ഇതേപോലെ ഒരു ക്രൂ വേറെ എവിടെയും കാണില്ല. ഡാം ഷുവർ ആണ്. കാരണം അത്രയ്ക്കധികം കിടില എക്സ്പീരിയൻസ് ആണ് ഞങ്ങൾക്ക് ഇവിടുന്ന് ലഭിച്ചത് കേട്ടോ. അപ്പൊ ഞങ്ങളുടെ ഇന്ന് 9th ഡേ ആണ് കേട്ടോ. ഞങ്ങള് 8-നായിരുന്നു വരേണ്ടത്, പക്ഷെ ഞങ്ങള് 9-നാ വന്നത്. അപ്പൊ ഇന്ന് വാഷിംഗ് പ്രൊസീജിയർ ആണ് ഇന്നത്തെ മെയിൻ പ്രോസസ് എന്ന് പറയുന്നത്. വാഷിംഗ് എല്ലാം കഴിഞ്ഞു വന്നപ്പോഴത്തേക്കും ഇത് ചെയ്തത് പോലും നമുക്ക് അറിയാൻ സാധിക്കുന്നില്ല. പ്രത്യേകിച്ച് മുടി അങ്ങോട്ട് ഇങ്ങനെ ഒന്ന് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ സംഭവം ഉഷാറായി. എന്റെയും കഴിഞ്ഞിട്ടുണ്ട്. എന്റെയും ഭയങ്കര കണ്ടപ്പോൾ ഭയങ്കര ഡാർക്ക് ആയിട്ടിരിക്കുകയായിരുന്നു, ഈ പറഞ്ഞ പോലെ തന്നെ. പക്ഷെ ഇപ്പൊ വാഷ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നോർമൽ ആയിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ ബാക്കിലോട്ട് ഇരുന്നോണ്ട് തന്നെ ഇവിടെ ഇങ്ങനെ ചെറിയൊരു വിസിബിലിറ്റി ഉണ്ട് എന്നുള്ളത് മാത്രമേ. പക്ഷെ അത് ആണുങ്ങളാണെന്നുണ്ടെങ്കിൽ തീർത്തും, അല്ലെങ്കിൽ മുടി ഫ്രണ്ടിലോട്ട് ഇടുന്നവരാണെന്നുണ്ടെങ്കിൽ തീർത്തും ആർക്കും മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലാണ് ഇവിടെ നമുക്ക് ഈ ഒരു ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്തു തരുന്നത്. അത്രയ്ക്ക് പെർഫെക്റ്റ് ആണ്. പിന്നെ ഇത് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് പലർക്കും ഒരു സംശയം ഉണ്ടാവാം. നമ്മളെ സംബന്ധിച്ചിടത്തോളം തന്നെ എന്റെ കൈ നോക്കുവാണെങ്കിൽ തന്നെ അവിടെ ഇവിടെ എല്ലാം ടാറ്റു. ഒരു ടാറ്റു ചെയ്യുന്ന വേദന പോലും അല്ല ഇതിന് ഒട്ടും അറിയത്തില്ല. നമ്മൾ ആരും ഇതിനെ കുറിച്ച് പേടിക്കേണ്ട കാര്യമില്ല. ധൈര്യമായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാം. ആദ്യമേ പറഞ്ഞ പോലെ തന്നെ കഷണ്ടി ഉള്ളവർക്ക് മാത്രമല്ല ഇത് ചെയ്യുന്നത്. ഞങ്ങളെ പോലെ തന്നെ ഫോർഹെഡിന് കൂടുതലുള്ളവർക്കോ നമുക്ക് പുതിയൊരു സ്റ്റൈൽ നിങ്ങൾക്ക് പരീക്ഷിക്കണം എന്നുണ്ടെങ്കിൽ അതെല്ലാം നമ്മുടെ ക്യൂട്ടീസ് ഇന്റർനാഷണൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ട് ചെയ്തു തരും. ഞങ്ങൾ 100% സാറ്റിസ്ഫൈഡ് ആണ്.